അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 65. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 65ാമത്തെ ക്ലാസ്സാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. അടുത്ത ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ നിവേദനം ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റആ ഖാതമൻ മിൻ സഹബിൻ ഫീ യദി റജുലിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളുടെ കയ്യിൽ സ്വർണ്ണ മോതിരം കണ്ടു. ഫനസഅഹു ഫതറഹഹു, നബി തങ്ങൾ അത് ഊരിയെടുത്ത് വലിച്ചെറിഞ്ഞു. വഖാല യഅമദു അഹദുക്കും ഇലാ ജംറത്തിൻ മിൻ നാരിൻ ഫയജ്അലുഹാ ഫീ യദിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, സ്വന്തം കയ്യിൽ ഒരു തീക്കണൽ എടുത്തു വെക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. പിന്നെ ഫഖീല ലിർറജുലി ബഅദമാ ദഹബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയ ശേഷം അയാളോട് ആരോ പറഞ്ഞു, എന്താ, ഖുദ് ഹാതമക ഇൻദഫിയ ബിഹി, ഈ മോതിരം എടുത്തോ, നബി തങ്ങൾ വലിച്ചെറിഞ്ഞ മോതിരം ഉണ്ടല്ലോ, ആ മോതിരം എടുത്തോ, ഇൻദഫിയ ബിഹി, അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം നടത്താമല്ലോ, നീ എടുത്തോന്ന്. ഖാല, അദ്ദേഹം പറയുക, ലാ വല്ലാഹി ലാ ആഖുദുഹു അബദൻ, വല്ലാഹി ലാ ആഖുദുഹു അബദൻ ഫഖദ് തറഹഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല, ഞാൻ ഒരിക്കലും എടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിച്ചെറിഞ്ഞ കാര്യം അത് ഞാൻ ഒരിക്കലും എടുക്കുകയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. റവാഹു മുസ്ലിം. അൻ അബീ സഈദ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന ആയിദ് ബിൻ അംർ, ബഹുമാനപ്പെട്ട ആയിദ് ബിൻ അംർ എന്നവര് ദഖല അലാ ഉബൈദുല്ലാഹി ബിൻ സിയാദ്, ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്നവരെ സമീപിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഐ ബുനയ്യ, ഓ കുഞ്ഞിമോനെ. അദ്ദേഹം പറയുകയാണ്, ഐ ബുനയ്യ, ഓ കുഞ്ഞിമോനെ, ഇന്നി സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ, ഇന്ന ശർറൽ റിയായി അൽ ഹുതമ, ഭരണകർത്താക്കളിൽ ഏറ്റവും മോശപ്പെട്ടവൻ, ദുഷിച്ചവൻ, പ്രജകളോട് മമതയില്ലാത്ത ക്രൂരന്മാരാണ്. പ്രജകളോട് ഒരു അയവ് കാണിക്കാത്ത, മമത കാണിക്കാത്ത, ഒരു സ്നേഹം കാണിക്കാത്ത ക്രൂരന്മാരാണ് ഭരണകർത്താക്കളിൽ വെച്ച് ഏറ്റവും ദുഷിച്ചവൻ എന്ന് പറഞ്ഞു. ഫഖാല വഇയ്യാക അൻ തകൂന മിൻഹും, നീ അങ്ങനെ ആയിപ്പോകുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഫഖാല ലഹു, അപ്പോൾ ഉബൈദുള്ള എന്നവര് ആയിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇതിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഫഇന്നമാ അൻത മിൻ നുഹാലത്തി അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികളിൽ വില കുറഞ്ഞവനല്ലേ, ചണ്ടിയല്ലേ, ഒരു വില കുറഞ്ഞവനല്ലേ, നുഹാലത്ത് അല്ലേ എന്ന് ചോദിച്ചു. അതായത് വലിയ ആളൊന്നും അല്ലല്ലോ, നിങ്ങൾ നമ്മളോട് പറയാ നിങ്ങൾ വലിയ ആളൊന്നും അല്ലല്ലോ, നിങ്ങൾ താഴ്ന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അപ്പോ അദ്ദേഹം പറയുകയാ, ഫഖാല വഹൽ കാനത്ത് ലഹും നുഹാലത്തുൻ ഇന്നമാ കാനത്തിൻ നുഹാലത്തു ബഅദഹും വഫീ ഗൈരിഹിം, സ്വഹാബിമാർക്ക് നുഹാലത്തുണ്ടാവുമോ, അവരിൽ ഇങ്ങനെ താഴ്ന്നോരുണ്ടാകുമോ, അതൊരിക്കലും ഉണ്ടാവുകയില്ല. സഹാബാക്കളിൽ അതൊരിക്കലും ഉണ്ടാവുകയില്ല, താഴ്ന്നതായ ആളുകള്, ചണ്ടിയും ചവറും ഒക്കെ അത് സഹാബാക്കളിലല്ല, അവർക്ക് ശേഷമാണ്. അപ്പം ഇന്നമാ കാനത്തിൻ നുഹാലത്തു ബഅദഹും വഫീ ഗൈരിഹിം, അത് സഹാബാക്കളിലല്ല, നിസ്സാരന്മാര്, അവരുടെ ശേഷമുള്ളവര്, അതുപോലെ മറ്റുള്ളവരും ഒക്കെ. അല്ലാണ്ട് സഹാബാക്കൾ ആരും നിസ്സാരരല്ല, എല്ലാവരും ഉന്നതന്മാരായ വലിയ മഹാന്മാരാണ്. സഹാബത്ത് കുല്ലുഹും ഉഴുദുൽ, എല്ലാവരും നീതിമാന്മാരാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. റവാഹു മുസ്ലിം. അടുത്ത ഹദീസ് അൻ ഹുദൈഫത്ത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകരി ഔ ലയൂശികന്നല്ലാഹ അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുക, വല്ലദീ നഫ്സി ബിയദിഹി, വല്ലദീ ഒരുത്തനം തന്നെ സത്യം, നഫ്സി എൻ്റെ ആത്മാവ് ബിയദിഹി അവൻ്റെ അധീനതയിലാണ്, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവനെ തന്നെ സത്യം. ലതഅ്മുറുന്ന ബിൽ മഅറൂഫി, നിങ്ങൾ നല്ല കാര്യം കൽപ്പിക്കണം, വല തൻഹവുന്ന അനിൽ മുൻകരി, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യണം, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഔ ലയൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബൻ മിൻഹു, അല്ലെങ്കിൽ അല്ലാഹുവിൽ നിന്നുള്ള കഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഏർപ്പെടുത്തും. സുമ്മ തദ്ഉനഹു ഫലാ യുസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുകയില്ല. അപ്പൊ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. അടുത്ത ഹദീസ് അൻ അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ബഹുമാനപ്പെട്ട അബൂ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഖാല, നബി തങ്ങൾ പറഞ്ഞു, അഫ്ളലുൽ ജിഹാദി കലിമത്തു അദിലിൻ ഇൻദ സുൽത്താനിൻ ജാഇറിൻ. അഫ്ളലുൽ ജിഹാദി, വിശുദ്ധമായ യുദ്ധം, ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ യുദ്ധം ഏതാണ്? കലിമത്തു അദിലിൻ ഇൻദ സുൽത്താനിൻ ജാഇറിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഏറ്റവും വലിയ യുദ്ധം. അൻ അബി അബ്ദില്ലാഹി താരിഖ് ബിൻ ശിഹാബിൽ ബുജലി അൽ അഹ്മസി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട താരിഖ് ബിൻ ശിഹാബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഏത് സ്ഥിതിയിൽ? വഖദ് വളഅ റിജ്ലഹു ഫിൽ ഗറസി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറാനുള്ള ആ ചവിട്ടുപടിയിൽ കാൽ വെച്ച് നിൽക്കുക. ആ സമയത്താണ് ആ റജുൽ നബി തങ്ങളോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? അയ്യുൽ ജിഹാദി അഫ്ളലു, ഏത് യുദ്ധമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ യുദ്ധം? ഖാല, നബി തങ്ങൾ പറഞ്ഞു, കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇരിൻ, അക്രമിയായ ഭരണകർത്താവിന്റെ മുന്നിൽ വെച്ച് നീതിയെക്കുറിച്ച് സംസാരിക്കലാണ്, അയാൾക്ക് നീതി പറഞ്ഞു കൊടുക്കലാണ്, അതാണ് ഏറ്റവും വലിയ യുദ്ധം. അപ്പൊ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇതിനാണ് ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ധാരാളം നന്മ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.